മലയാളത്തിന് സ്വന്തം സിഡ്നി മലയാളി റേഡിയോ 2000. ഇനി വർത്തമാനം, പ്രവാസത്തിൻ്റെ നേർക്കാഴ്ചകളുമായി ഒരു സംവാദം. ഇന്നത്തെ വിഷയം ശ്രേഷ്ഠ മലയാളവും വിദേശ മലയാളികളും. അവതരിപ്പിക്കുന്നത് സന്തോഷ് ജോസഫ്. പങ്കെടുക്കുന്നവർ പ്രകാശ് പാലക്കൽ, സുപ്രിയ പിള്ള. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വർത്തമാനത്തിലേക്ക് സ്വാഗതം. മലയാള ഭാഷയ്ക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി നേടിയതിൽ ലോക മലയാളി സമൂഹം ആഹ്ലാദിക്കുകയാണ്. 700ഓളം സംസാര ഭാഷകളുള്ള ഭാരതത്തിൽ മലയാളം ഇങ്ങനെ അംഗീകരിക്കപ്പെടുന്നത് മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. സംസ്കാരത്തിൻ്റെയും സാഹിത്യത്തിൻ്റെയും കലയുടെയും തനിമകളുടെയും തുടർച്ചകളിൽ ഭാഷ മുഖ്യ പങ്കുവഹിക്കുന്നുണ്ട്. മലയാളികളെ കൂട്ടിയിണക്കുന്ന, തലമുറകളിലേക്ക് മലയാളിത്തം പകർന്നു നൽകുന്നത് മാതൃഭാഷയിലൂടെ തന്നെയാണ്. വിദേശങ്ങളിൽ എത്തപ്പെടുന്ന, പ്രത്യേകിച്ച് കുടിയേറ്റ പ്രദേശങ്ങളായ അമേരിക്കൻ, യൂറോപ്യൻ, ഓസ്ട്രേലിയൻ സമൂഹങ്ങളിൽ എത്തിപ്പെടുന്ന മലയാളി കുടുംബങ്ങളിൽ മലയാളം സംസാരിക്കാൻ പോലും കൂട്ടാക്കാത്ത സ്ഥിതിവിശേഷമുണ്ട്. ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളിൽ കുടിയേറ്റ സമൂഹങ്ങളുടെ മാതൃഭാഷ സംരക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും ആണ് സർക്കാർ ശ്രമിക്കുന്നത്. 70ഓളം ഭാഷകളിൽ ആരംഭിച്ച റേഡിയോ ചാനലുകളും ഇംഗ്ലീഷ് ഇതര ഭാഷകളിൽ പ്രക്ഷേപണം നടത്തുന്ന ടെലിവിഷൻ ചാനലുകളും മികച്ച ഉദാഹരണങ്ങളാണ്. നമ്മുടെ എല്ലാം മാതൃഭാഷയായ മലയാളം ശ്രേഷ്ഠമെന്ന് അംഗീകരിക്കുമ്പോഴും മലയാളികൾ പൊതുവെയും പ്രത്യേകിച്ച് വിദേശ മലയാളികൾ മാതൃഭാഷയോട് പുലർത്തുന്ന സമീപനങ്ങൾ എന്തെല്ലാം എന്നാണ് ഇന്നത്തെ വർത്തമാനം ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് കഴിഞ്ഞ 20 വർഷമായി ഓസ്ട്രേലിയയിൽ ജീവിക്കുന്ന, കുട്ടികളെ മലയാളം പഠിപ്പിക്കുന്ന ക്ലാസുകൾക്ക് നേതൃത്വം നൽകുന്ന ശ്രീ പ്രകാശ് പാലക്കൽ, കഴിഞ്ഞ 13 വർഷമായി ഓസ്ട്രേലിയയിൽ ജീവിക്കുന്ന മാതൃഭാഷാ സ്നേഹിയും പ്രചാരകയും ആയ സുപ്രിയ പിള്ള എന്നിവരാണ്. നമസ്കാരം. നമസ്കാരം. പ്രകാശ്, മാതൃഭാഷ ഒരു സമൂഹത്തിന് നഷ്ടമാകുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്? മാതൃഭാഷ നഷ്ടമാകുക എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ നമ്മുടെ സംസ്കാരം തന്നെ നഷ്ടമാകുന്ന ഒരവസ്ഥയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. കാരണം നമ്മുടെ മാതൃഭാഷ നമ്മൾ അഭ്യസിക്കുക വഴി ഒരു വെറും ഭാഷാ പഠനം മാത്രമല്ല അവിടെ നടക്കുന്നത്. നമ്മൾ വളർന്നു വന്ന നമ്മൾ ചെറുപ്പത്തിൽ ശീലിച്ചു വന്ന നമ്മുടെ സംസ്കാരം അടുത്ത തലമുറയിലേക്ക് ഒരു ഭാഷ വഴി പകർന്നു കൊടുക്കുക എന്നാണ് ശരിക്കും മാതൃഭാഷ പഠിപ്പിക്കുന്നതിലൂടെ നാം ശരിക്കും ഉദ്ദേശിക്കുക. അതായത് നമ്മുടെ സ്വന്തം അമ്മയിൽ നിന്നും മാതാമ്മയിലേക്കുള്ള ദൂരം, അതാണ് നമ്മുടെ മാതൃഭാഷയും മറ്റു ഭാഷയും തമ്മിലുള്ള ദൂരം, അകലം എന്ന് ശരിക്കും പറയാം. അതാണ് എൻ്റെ അഭിപ്രായം. ഞാനും പ്രകാശ് പറഞ്ഞതിനോട് വളരെയധികം യോജിക്കുന്നു. കാരണം 13 വർഷമായിട്ട് ഭാരതത്തിൽ നിന്ന് വിട്ടുനിന്നിട്ട് പോലും എന്നും മലയാളം കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖവും സന്തോഷവും നമുക്ക് വേറെ ഒന്നും നിന്നും ലഭിക്കാറില്ല. മറ്റ് ഭാഷകൾ മോശമാണെന്നോ ഒന്നും നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോൾ കുട്ടികൾ ഇംഗ്ലീഷ് പഠിക്കുന്നത് തെറ്റാണെന്നും നമ്മൾ പറയുന്നില്ല. അതൊരു ഗ്ലോബൽ ലാംഗ്വേജ് ആണ്, അത് അറിഞ്ഞിരിക്കണം. പക്ഷെ അതിനോടൊപ്പം തന്നെ മാതൃഭാഷയും അവർ അറിഞ്ഞിരിക്കണം എന്നാണ് എൻ്റെയും അഭിപ്രായം. പൊതുവെ മലയാളികൾ പറയുന്ന ഒരു പ്രശ്നം, പ്രത്യേകിച്ച് കുടിയേറ്റ മലയാളികൾ, തങ്ങളുടെ കുട്ടികൾ അവർ ജീവിക്കുന്ന സമൂഹത്തിൻ്റെ ഭാഷ പഠിക്കണമെങ്കിൽ, പ്രത്യേകിച്ച് ഓസ്ട്രേലിയയിലാണെങ്കിൽ ഇംഗ്ലീഷ് ഭാഷ സ്വായത്തമാക്കുന്നതിന് അവരെ സഹായിക്കാൻ വേണ്ടിയാണ് തങ്ങൾ വീട്ടിൽ പോലും മലയാള ഭാഷ സംസാരിക്കാത്തതെന്ന് പറയാറുണ്ട്. ഇത് ശ്രദ്ധിച്ചിട്ടുണ്ട്? എത്രത്തോളം ശരിയാണ്? എന്താണ് സുപ്രിയയുടെ അഭിപ്രായം? 100% ഇങ്ങനൊരു അഭിപ്രായം ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ശരിയാണെന്ന് എനിക്ക് ഒട്ടും അഭിപ്രായമില്ല. കാരണം ഇംഗ്ലീഷ് അവർ എങ്ങനെയാണെങ്കിലും പഠിക്കും. കാരണം അവർ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് സ്കൂളിലും പിന്നെ അല്ലെങ്കിൽ ഇപ്പോൾ ഡേ കെയറിലാണെങ്കിലും ഒക്കെ അവർ ആ ഭാഷ അവർ പഠിക്കും. അതിനുവേണ്ടി നമ്മൾ കൂടുതൽ അവരെ പഠിപ്പിക്കണം എന്നുള്ളൊരു ആവശ്യമില്ല. നേരെ മറിച്ച് മലയാളം അവർക്ക് കേൾക്കാനും പഠിക്കാനും നമ്മൾ മെനക്കെട്ട് അതിനുവേണ്ടി സമയം കണ്ടെത്തിയാൽ മാത്രമേ അവർക്ക് അതിനുള്ള അത് പറ്റുള്ളൂ. കാരണം അവർ ആ ഭാഷ കേൾക്കുന്നില്ല. സോ അതുകൊണ്ട് ആ ഒരു അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നില്ല. ഈ അടുത്ത കാലത്താണ് ഒരു ചെറിയൊരു ഒരു സംഭവം ഞാൻ പറയാം. എനിക്ക് മനസ്സിന് വളരെയധികം ഒരു വിഷമം ഉണ്ടാക്കിയത്. ഞാനൊരു കുടുംബത്തിനെ പരിചയപ്പെട്ടു. ആ കുട്ടി 6 വയസ്സ് വരെ മറ്റേ നാട്ടിൽ ജീവിച്ചൊരു കൊച്ച് ഇവിടെ വന്നപ്പോൾ 1.5 വർഷം കഴിഞ്ഞു കുട്ടി മലയാളം സംസാരിക്കുകയില്ല. എന്ത് ചോദിച്ചാലും ഐ ഡോണ്ട് നോ മലയാളം എന്നാണ് ആ കുട്ടി പറയുന്നത്. അതെനിക്ക് വളരെയധികം വിഷമം ഉണ്ടാക്കി. കാരണം ഞാൻ അതിൽ ആ മാതാപിതാക്കൾ വളരെ അഭിമാനിക്കുന്നത് ഞാൻ കണ്ടു. അതും തെറ്റാണെന്ന് എനിക്ക് തോന്നി. എൻ്റെ അഭിപ്രായമാണ്. എൻ്റെ മകൻ ഇന്ത്യയിൽ ജീവിച്ചിട്ടേ ഇല്ല, ജനിച്ചതും വളർന്നതും ഒക്കെ പുറത്താണ്. പക്ഷെ അവൻ മലയാളം വളരെ ഫ്ലുവൻ്റായിട്ട് സംസാരിക്കും. മാത്രമല്ല എഴുതും വായിക്കാനും ഒരു ലിമിറ്റ് വരെ കഴിയും. അതിൽ ഞാൻ വളരെയധികം അഭിമാനിക്കുന്നുണ്ട്.
പ്രകാശിന്റെ ഒരു അഭിപ്രായം അത് തന്നെയായിരിക്കും എന്ന് തോന്നുന്നു. വാസ്തവമാണ്, ശരിയാണ്. അതായത് കുട്ടികൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് മലയാളികൾ അന്യദേശത്തേക്ക് വരുമ്പോഴുള്ള സ്ഥിതിയാണിത്. അതായത് മലയാളം അറിയാതെയാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ആ സ്ഥിതിക്ക് ഇവിടെ സിഡ്നിയിലുള്ള അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലുള്ള കുട്ടികൾ മലയാളം പഠിക്കുന്ന സാധ്യത വളരെ കുറവാണ്. നമ്മുടെ മാതാപിതാക്കൾ ശ്രദ്ധിക്കാത്തതുകൊണ്ട് തന്നെയാണ് അങ്ങനെ സംഭവിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളുടെ ഇടയിൽ സുപ്രിയ പറഞ്ഞ പോലുള്ളൊരു ധാരണ മലയാള ഭാഷയല്ല വേറെ ഏത് ഭാഷയും ഇംഗ്ലീഷിനേക്കാൾ നല്ലതാണ് എന്നൊരു അഭിപ്രായം ആർക്കും ഉണ്ടാവാറില്ല. പ്രത്യേകിച്ച് നമ്മുടെ മലയാള സമൂഹത്തിനുള്ള എന്തോ വന്ന ദുർവിധിയാണത് എന്ന് തന്നെ പറയാം. അപ്പോൾ ശരിക്കും വേറൊന്ന്, ഈ ഒന്നിലധികം ഭാഷ പഠിക്കുന്നത് കുട്ടികൾക്ക് ആശയക്കുഴപ്പം സൃഷ്ടിക്കും, പഠനത്തെ ബാധിക്കും എന്നൊരു അഭിപ്രായം കേൾക്കുന്നു. അങ്ങനെയാണ് നമ്മുടെ ധാരണ. എങ്ങനെയാണ് ഇവിടുത്തെ പ്രത്യേകിച്ച് വിദേശത്തുള്ള മലയാളികളുടെ പൊതുവായ ധാരണ, എല്ലാവരുടെയും ഞാൻ പറയുന്നില്ല, പൊതുവായ ധാരണ ഒന്നിലധികം ഭാഷകൾ പ്രത്യേകിച്ച് ഇംഗ്ലീഷ് കൂടാതെ മറ്റു ഭാഷകൾ വല്ലതും പഠിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുമെന്നാണ് ധാരണ. പക്ഷേ വാസ്തവത്തിൽ എനിക്കുണ്ടായ അനുഭവം, ഞങ്ങളുടെ കുട്ടികളെ സ്കൂളിലേക്ക് ചേർക്കുന്നതിന് മുമ്പ് അതിൻ്റെ മുന്നോടിയായിട്ട് ഞങ്ങൾ കുട്ടികളെ അങ്ങോട്ട് സ്കൂളിലേക്ക് പോയിരുന്നു. അപ്പോൾ നമുക്കുണ്ടായിരുന്ന സ്വാഭാവികമായ ഒരു പേടി എന്തായിരുന്നു വെച്ചാൽ കുട്ടികൾ വീട്ടിൽ നിന്ന് മലയാള ഭാഷയാണ് സംസാരിച്ചത്. അപ്പോൾ സ്കൂളിലെത്തി കഴിഞ്ഞാൽ അവർക്ക് സ്കൂളിലെ സിസ്റ്റമായിട്ട് അഡോപ്റ്റ് ചെയ്യാൻ പ്രയാസമായിരിക്കുമോ, അപ്പോൾ കുട്ടികൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് സ്കൂളിൽ അയക്കുന്നതിന് മുമ്പ് 6 മാസമെങ്കിലും നമ്മൾ വേറെ എവിടെയെങ്കിലും ഇംഗ്ലീഷ് പഠിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ അവരോടുള്ള സമീപനം മാറ്റേണ്ടി വരുമോ എന്ന് ശരിക്കും ഞങ്ങൾ പ്രിൻസിപ്പാളോട് അന്വേഷിക്കേണ്ടായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഉത്തരം ശരിക്കും വളരെ കണ്ണു തുറപ്പിക്കുന്ന ഒന്നായിരുന്നു. അദ്ദേഹം ഒരു ഓസ്ട്രേലിയക്കാരനാണ്. സ്കൂളിലെ പ്രിൻസിപ്പാൾ പറഞ്ഞത് കുട്ടികൾക്ക്, പ്രത്യേകിച്ച് ഈ പ്രായത്തിലുള്ള ചെറിയ കുട്ടികൾക്ക്, 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് എന്ത് കാരണവശാലും 3 ഭാഷ പഠിക്കാനുള്ള അറിവ്, 3 ഭാഷ പഠിക്കാനുള്ള കഴിവ് കുട്ടികൾക്കുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പ്രത്യേകിച്ച് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞ വേറൊരു കാര്യം, നിങ്ങൾ വീട്ടിൽ നിങ്ങളുടെ സ്വന്തം ഭാഷ നിങ്ങൾ വീട്ടിൽ ഇപ്പോൾ അഭ്യസിക്കുകയാണെങ്കിൽ നിങ്ങൾ അതൊരിക്കലും മാറ്റരുത്. വീട്ടിൽ നിന്ന് നിങ്ങൾ കുട്ടികളോട് നിങ്ങളുടെ ഭാഷ മാത്രം പഠിപ്പിക്കുക. കുട്ടികൾ സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് അവർ സ്വയം പഠിച്ചോളും. അത് എന്ത് തന്നെയായാലും അതാണ് വാസ്തവം. അപ്പോൾ ശരിക്കും അദ്ദേഹം പറഞ്ഞ ഒരു ശരിയായ വാക്ക് എന്താണെന്ന് പറഞ്ഞാൽ, വാസ്തവത്തിൽ എനിക്ക് നിങ്ങളുടെ കുട്ടികളോട് എനിക്ക് അസൂയ തോന്നുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് അദ്ദേഹത്തിന് ശരിക്കും ഇംഗ്ലീഷ് മാത്രമേ അറിയുള്ളൂ. പക്ഷേ ഈ പ്രായത്തിലുള്ള ഈ കുട്ടികൾ 2 ഭാഷ ഇപ്പോൾ തന്നെ സംസാരിക്കുന്നുണ്ട്. അത് വളരെ നല്ല കാര്യമാണ്. അത് തുടർന്നുകൊണ്ട് തന്നെ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ശരിക്കും നമ്മൾക്കുണ്ടായിരുന്ന ഒരു ചിന്ത, എനിക്കുണ്ടായിരുന്ന ഒരു ചിന്തയെ ശരിക്കും അത് മാറ്റിയ ഒരവസരമാണ്. അത് മിക്കവാറും നമ്മുടെ മലയാളികളിൽ മാത്രം കാണുന്ന ഒരു വിശ്വാസമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് തമിഴ് അല്ലെങ്കിൽ ഹിന്ദി, പഞ്ചാബി അല്ലെങ്കിൽ ഇതര ഭാഷകളിലുള്ള കുട്ടികൾ അവരുടെ ഭാഷയാണ് വീട്ടിൽ നിന്ന് കൂടി സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ ഭാഷയ്ക്ക് വാസ്തവത്തിൽ ഓസ്ട്രേലിയയിലും അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങൾ ഏത് രാജ്യത്തായാലും അതാത് ഭാഷയ്ക്ക് കൂടുതൽ ഉയർച്ച വരുന്നതിൻ്റെ കാരണം ആ ഭാഷ ശീലിക്കുന്നതുകൊണ്ട് തന്നെയാണ്. പ്രകാശ്, കഴിഞ്ഞ 20 വർഷമായി ഇവിടെ ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ മറ്റ് കുടിയേറ്റ സമൂഹങ്ങളുടെ ഈ ഭാഷാ പഠനവും മറ്റു കാര്യങ്ങളും താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. അവരുമായി താരതമ്യം ചെയ്യുമ്പോൾ മലയാളികളുടെ ഒരു നില ഇക്കാര്യത്തിൽ എങ്ങനെയാണ്? വളരെ പിന്നിലാണ് എന്ന് തന്നെ ശരിക്കും പറയണം. പ്രത്യേകിച്ച് നമ്മുടെ അയൽ സംസ്ഥാനത്തിലെ ഭാഷയായ തമിഴിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ അക്കാഡമിക്കലി ഇവിടുത്തെ തമിഴ് സ്കൂളുകൾ നടത്തുന്നുണ്ട്. അവർ ഇയർ 10 പരീക്ഷ വെച്ച് സർട്ടിഫിക്കറ്റ് കൊടുത്ത് അത് ക്വാളിഫൈഡ് ആണ്. അത് തമിഴ് സ്കൂൾ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഇല്ല, ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുന്ന സ്കൂളുകളുണ്ട്. അല്ലാതെ തമിഴുള്ള ആളുകൾ നടത്തുന്ന സ്കൂളുകളിൽ കുട്ടികൾ ശരിക്കും ആ കുട്ടികൾ തമിഴ് പഠിക്കാനായിട്ട് സമയം ചെലവഴിക്കുന്നത് അവരുടെ ജീവിതത്തിൻ്റെ പ്രയോറിറ്റിയാണ്. പക്ഷേ നമ്മുടെ മലയാളത്തിൻ്റെ സാധ്യത വരുമ്പോൾ ഇപ്പോൾ ഞായറാഴ്ചകളിൽ എവിടെയെങ്കിലും മലയാളം ക്ലാസ് ഉണ്ടാവുകയാണെങ്കിൽ ആ കുട്ടികൾ ശരിക്കും മലയാളം ക്ലാസ്സിലേക്ക് വരുന്നത് അവരുടെ ആ ആഴ്ചയിലെ ഏറ്റവും അവസാനത്തെ പ്രയോറിറ്റിയാണ്. നേരെ മറിച്ച് തമിഴാകുമ്പോൾ വാസ്തവത്തിൽ തമിഴ് ക്ലാസ് ഉള്ളതുകൊണ്ട് എനിക്ക് ബർത്ത്ഡേക്ക് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ തമിഴ് ക്ലാസ് ഉള്ളതുകൊണ്ട് എനിക്ക് സിനിമയ്ക്ക് പോകാൻ പറ്റില്ല എന്നാണ് അവരുടെ ചിന്താഗതി. ശരിക്കും വാസ്തവത്തിൽ മലയാളത്തിൽ അത് തിരിച്ചാണല്ലോ. അപ്പോൾ അത് നമ്മുടെ വാസ്തവം പറയുകയാണെങ്കിൽ ആ ഒരു ആറ്റിറ്റ്യൂഡാണ് ശരിക്കും നമ്മുടെ മലയാള ഭാഷയ്ക്ക് ഇവിടെ അധികം പ്രചാരമില്ലാത്തത്. അത് ശരിക്കും നമ്മളെല്ലാം വിചാരിച്ച മാറ്റാൻ സാധിക്കുന്നേ ഉള്ളൂ. പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ഇതുപോലുള്ള റേഡിയോ, ദിനപത്രങ്ങൾ, ബാക്കിയുള്ള ചില പരിപാടികളൊക്കെ ഉണ്ടാകുമ്പോൾ, മലയാളം ക്ലാസ്സുകളൊക്കെ ഉണ്ടാകുമ്പോൾ ആ ആറ്റിറ്റ്യൂഡ്, ആ വിശ്വാസം നമ്മൾ പാരൻസിൽ മാറ്റിയെടുക്കാൻ സാധിക്കും എന്ന് തീർച്ചയാണ്. സുപ്രിയ, ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയാണെങ്കിൽ പ്രധാനമായും ഭാഷ മലയാളികൾ
പൊതുവെ കാണുന്നത് അതൊരു ജീവിതോപാധി എന്ന രീതിയിലാണെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് കുടിയേറ്റ മലയാളികൾ എന്തിനാണ് മലയാള ഭാഷ സംസാരിക്കുന്നത് എന്ന ഒരു ചോദ്യം അവർ ഉന്നയിക്കാറുണ്ട്. പ്രത്യേകിച്ച് ജോലി സമ്പാദിക്കാൻ, അല്ലെങ്കിൽ ഭാവിയിൽ അവർ ബന്ധപ്പെടുന്ന സമൂഹവുമായി ആശയവിനിമയം നടത്താൻ ആ സമൂഹത്തിൻ്റെ ഭാഷ ആവശ്യമായിട്ടേ ഉള്ളൂ. പിന്നെ എന്തിനാണ് മലയാളം എന്നൊരു ചോദ്യമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഭാഷ ഒരു ജീവിതോപാധി എന്ന രീതിയിലേക്ക്, ഇതിൻ്റെ അപ്പുറത്തേക്ക് കാണാൻ മലയാളിക്ക് കഴിയുന്നില്ല. ഈ ഒരു പ്രശ്നം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉണ്ട്. അതെനിക്ക് തോന്നുന്നത് കുറേ വർഷങ്ങൾക്ക് മുന്നേ കേരളം വിട്ട മലയാളികളുടെ പ്രയോറിറ്റികളും അവർക്കുണ്ടായിരുന്ന ഫെസിലിറ്റീസും ഒക്കെ ജീവിതത്തിൽ വളരെ വ്യത്യാസമാണ്. പക്ഷെ നമ്മൾ അവിടുന്ന് ജീവിത രീതികൾ വളരെയധികം മാറിയിട്ടും ഫെസിലിറ്റീസ് അധികം വന്നിട്ടും അതിൻ്റെ ഒന്നും ഫുൾ യൂട്ടിലൈസേഷൻ നമ്മളിപ്പോഴും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പം പണ്ടൊക്കെ ഇപ്പം ഗൾഫിലേക്കൊക്കെ പോകുമായിരുന്ന മലയാളി എന്ന് പറഞ്ഞാൽ അവർ ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ കൊണ്ട് കേരളം വിട്ടവരാണ്. ഇന്ന് എനിക്ക് തോന്നുന്നില്ല എത്ര അധികം പേരും അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവർക്കും ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ട് ശരിക്കും. നമുക്ക് അപ്പം ജീവിതോപാധി മാത്രമല്ല ശരിക്കും ഭാഷ, ആ ചിന്ത മാറുന്നില്ല എന്നുള്ളതാണ്. അതിന് ഇപ്പം മാതാപിതാക്കൾ തന്നെ മുന്നിട്ട് ഇറങ്ങാതെ എത്രത്തോളം ഇപ്പം മലയാളം ക്ലാസ് ഞാൻ ഒരു കൊല്ലത്തോളം പഠിപ്പിച്ചിട്ടുണ്ട്. അവിടെ ഒരു കുട്ടീനെയൊക്കെ വെച്ച് ക്ലാസ് എടുത്ത അവസ്ഥയുണ്ട്. അതിൽ മാറ്റം വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ മലയാളിയും മുന്നിട്ടിറങ്ങണം. ആ ഒരു മാറ്റം വരുന്നില്ല. അതെ, അല്ല ഇത് പറയാൻ കാരണം വിദേശത്തുള്ള മലയാളികളെ സംബന്ധിച്ച് ഒരുപക്ഷെ ഇംഗ്ലീഷ് ഭാഷാ പഠനം കുറച്ചുകൂടി എളുപ്പമായിരിക്കും അവരുടെ കുട്ടികൾക്ക്. ഇപ്പം നമ്മുടെ നാട്ടിലേക്ക് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ പല കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. മലയാളം സ്കൂളിൽ സംസാരിക്കാനും പോലും അനുവദിക്കാത്ത സാഹചര്യങ്ങൾ നാട്ടിലുണ്ടായിട്ടുണ്ട് ചില ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലൊക്കെ. ഇത് തീർച്ചയായിട്ടും മലയാളി ഭാഷാ പഠനം എന്നതിനെ ഏറ്റവും ചുരുങ്ങിയ, ഏറ്റവും ശുഷ്കമായ രീതിയിൽ കാണുന്നുണ്ടല്ലേ? അതെ, ഞാൻ പഠിച്ച സ്കൂളിൽ 25 പൈസ ഫൈൻ ഉണ്ടായിരുന്നു മലയാളത്തിൽ സംസാരിച്ചാൽ. സത്യമായിട്ടും പറയണേ. അതാണ് ഞാൻ പറഞ്ഞ എല്ലാം നമ്മളെ ചെറുപ്പത്തിൽ നമുക്ക് ഫൈൻ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയാണല്ലോ, നമുക്ക് താല്പര്യം കൂടുമല്ലോ. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു എനിക്ക് ഭാഷാ സ്നേഹം കൂടിയത് തന്നെ അതുകൊണ്ടായിരിക്കും തോന്നുന്നു. അതെ 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 ചെറുപ്പത്തിൽ നമ്മൾ എങ്ങനെ നമ്മുടെ മനസ്സിലെ ഓരോ ചിന്തകൾ വരുന്നു, അതാണല്ലോ നമ്മൾ പിന്നീട് ഭാവിയിലും നമ്മളത്. ഇപ്പം ഞാനത് ആക്ച്വലി ഫുള്ളായിട്ട് ഉൾക്കൊണ്ടിരുന്നെങ്കിൽ ഞാൻ എൻ്റെ മകനോടും പറയും മലയാളം പറയണ്ട, ഇംഗ്ലീഷ് പറയണം, ഇംഗ്ലീഷാണ് നല്ല ഭാഷ എന്ന്. പക്ഷെ ഞാനത് ഉൾക്കൊണ്ട രീതി വ്യത്യാസമായതുകൊണ്ടായിരിക്കാം എനിക്ക് നേരെ മറിച്ച് ചിന്തിക്കാൻ പറ്റുന്നത്. പക്ഷെ പലർക്കും ചിലപ്പോൾ അത് പറ്റുന്നില്ലായിരിക്കാം. ഞാൻ നേരത്തെ പ്രകാശ് പറഞ്ഞ ഒരു കാര്യത്തിനോട് ഞാൻ വളരെയധികം യോജിക്കുന്നത്, അന്യ സംസ്ഥാനങ്ങൾ, നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് ആന്ധ്ര, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലെ ആളുകൾ അതൊരു അഭിമാനമായിട്ട് കാണുന്നു. നമ്മൾ നേരെ മറിച്ച് നമ്മുടെ കുട്ടികൾ ഇംഗ്ലീഷ് പറയുന്നത് അഭിമാനമായിട്ട് കാണുന്നു. അവിടെയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. ശ്രേഷ്ഠ ഭാഷയായി, പക്ഷേ നമ്മൾ അതിനെ ശ്രേഷ്ഠമായിട്ട് കാണുന്നുണ്ടോ? ഇപ്പോഴും ഇല്ല. അത് അന്യദേശത്തിൽ ജീവിക്കുന്നവർ മാത്രമല്ല, കേരളത്തിൽ ജീവിക്കുന്നവർ പോലും അതിനെ ശ്രേഷ്ഠമായിട്ട് കാണുന്നില്ല. പ്രകാശ്, വിദേശ മലയാളികൾ അവർക്കിടയിൽ ഈ ഭാഷ, മലയാള ഭാഷയുടെ ഒരു തുടർച്ച സാധ്യമാണോ എന്നൊരു ചോദ്യമുണ്ട്. കാരണം ഇവിടെ എത്തിപ്പെടുന്ന മലയാളം പഠിച്ച മുതിർന്ന ഇവരുടെ മക്കൾ, ഒരുപക്ഷെ അവരുടെ മക്കൾ, ഇതൊരു 1-2 തലമുറ കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഈ മലയാളത്തിൻ്റെ തുടർച്ച ഉണ്ടാക്കാൻ കഴിയുമോ എന്നൊരു ചോദ്യമുണ്ട്. ഇത് ഒരു കണക്കിന് ഒരു ശരിയല്ലേ? ശരി, വളരെ പ്രസക്തമാണ് ആ ചോദ്യം. വാസ്തവത്തിൽ നമ്മൾ തന്നെ ആലോചിച്ചാൽ മനസ്സിലാവും, നമ്മുടെ അടുത്ത തലമുറയിലേക്ക് നമ്മൾ മലയാളം പറഞ്ഞു കൊടുക്കാൻ തയ്യാറല്ലെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് മലയാളമോ അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരമോ പറഞ്ഞു കൊടുക്കാൻ തയ്യാറല്ലെങ്കിൽ അവരുടെ തലമുറയിലേക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കും? അവർക്ക് എന്തറിയും? അതറിയില്ല. അപ്പോൾ ഇവിടെ നിന്ന് ഒരു നമ്മുടെ ഒരു ജനറേഷൻ എന്ന് പറയുന്നത് 20-25 വർഷത്തെ ഗ്യാപ്പിൽ ഒരു ജനറേഷൻ ഉണ്ടാകുമ്പോൾ ഇവിടുന്ന് ഒരു 50-75 വർഷം ആകുമ്പോഴേക്കും നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ, അതായത് സർക്കാർ തലത്തിൽ എന്ത് ശ്രേഷ്ഠത നമ്മൾ മലയാളത്തെക്കുറിച്ച് പറഞ്ഞാലും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഈ ഭാഷ തീർച്ചയായും പുരോഗമിക്കില്ല, അത് ഉറപ്പാണ്. പക്ഷേ ഇത്രയും 2000 വർഷത്തെ പഴക്കമുള്ളൊരു ഭാഷ ഈ അടുത്ത കാലങ്ങളിൽ തീരെ മുന്നോട്ട് പോകുന്നില്ല എന്ന ഒരവസ്ഥ വരികയാണെങ്കിൽ അത് നമ്മൾ തന്നെയാണ് ഉത്തരവാദി. അപ്പോൾ സന്തോഷം പറഞ്ഞ കണ്ടിന്യൂറ്റി, ആ തുടർച്ച തീർച്ചയായിട്ടും സാധ്യമാവണമെങ്കിൽ
അതിന് നമ്മൾ ഇപ്പോഴുള്ള തലമുറ, ഇതിന് സാധിക്കുന്ന തലമുറ തന്നെ ശ്രദ്ധിക്കണം. മറ്റേതെങ്കിലും കമ്മ്യൂണിറ്റിയുടെ ഒരു മാതൃക ഇക്കാര്യത്തിൽ നിർദ്ദേശിക്കാനുണ്ടോ? നമുക്ക് ചുറ്റും നോക്കിയാൽ നമ്മുടെ അടുത്ത വീട്ടിലെ കാര്യം നോക്കിയാൽ തന്നെ ശരിക്കും നമുക്ക് മനസ്സിലാവും. വളരെ ഉദാഹരണമായിട്ട് ഇതിനിടെ കഴിഞ്ഞ വർഷം ഉണ്ടായ ഒരു ന്യൂ സൗത്ത് വെയിൽസിലെ ഒരു കോമ്പറ്റീഷനിൽ, ഇംഗ്ലീഷ് കോമ്പറ്റീഷനിൽ, ഞാൻ നേരത്തെ സൂചിപ്പിക്കുന്നുണ്ടായി, ഇംഗ്ലീഷ് കോമ്പറ്റീഷനിൽ 1ാം സ്ഥാനം കിട്ടിയ ഒരു ചൈനീസ് കുട്ടി. അവൻ ഓസ്ട്രേലിയയിൽ നിന്ന് ജനിച്ച കുട്ടിയാണ്. ആ ചൈനീസ് കുട്ടി ഇംഗ്ലീഷിൽ കോമ്പറ്റീഷനിൽ 1ാം സ്ഥാനം കിട്ടിയപ്പോൾ സമ്മാനം വാങ്ങിക്കാൻ പോകുമ്പോൾ അമ്മയുടെ അടുത്ത് നിന്ന് ചൈന ഭാഷയിൽ പറഞ്ഞിട്ടാണ് പോയത്. അവൻ സ്റ്റേജിൽ പോയിട്ട് ആദ്യം പറഞ്ഞത് എൻ്റെ അമ്മക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്നാണ്. അപ്പോൾ ഇംഗ്ലീഷ് അറിയാത്ത മാതാപിതാക്കൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് വാസ്തവമാണ്. പക്ഷേ അതേ കുട്ടി വീട്ടിൽ ചൈനീസാണ് പറയുന്നത്, അവരുടെ ഭാഷയാണ് പറയുന്നത്. അപ്പോൾ ആ അമ്മ ഇംഗ്ലീഷ് പഠിച്ചിട്ട് മകനെ ഇംഗ്ലീഷിലല്ല പറയാൻ നിർബന്ധിക്കുന്നത്. ആ അമ്മ ചൈനീസ് ഭാഷ, അവരുടെ ഭാഷയിലാണ് അവർ ഇംഗ്ലീഷ് പഠിപ്പിച്ചത്. അത് നമ്മുടെ സ്വന്തം സംസ്കാരത്തിൽ നിന്നുകൊണ്ട് അന്യഭാഷ പഠിക്കുന്നതായിരിക്കും നമ്മുടെ അറിവിനും അതേപോലെ നമ്മുടെ സംസ്കാരത്തിനും വളരെ നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പറഞ്ഞ നമ്മളെ നിരാശപ്പെടുത്തുന്ന പല പ്രശ്നങ്ങളും ഒരുപക്ഷെ മലയാള ഭാഷയുടെ പഠനവും അത് പ്രോത്സാഹിപ്പിക്കുന്നതിലുമുണ്ടെങ്കിലും ഓസ്ട്രേലിയയിൽ കഴിഞ്ഞ 5 വർഷമായി നടന്നു വരുന്ന നിങ്ങൾ രണ്ടുപേരും ബന്ധപ്പെട്ടിട്ടുള്ള മലയാളം ക്ലാസ് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ്. ഇതിനെക്കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടുപേരും പറയണം. ആദ്യമായി പ്രകാശ്. ഇത് 5 വർഷം മുമ്പ് ശരിക്കും തുടങ്ങിയത്, ബാലകേരളി എന്ന ഒരു സ്ഥാപനം തുടങ്ങിയത് ഇതേപോലുള്ള പല ആശങ്കകളും മുന്നിൽ നിർത്തിയിട്ട് തന്നെയാണ്. ഇത് തുടർന്ന് കൊണ്ടുപോകാൻ സാധിക്കുമോ, അല്ല ഇതിൽ വരുന്ന രക്ഷിതാക്കൾക്ക് തീർച്ചയായിട്ടും ഇൻട്രസ്റ്റ് ഉണ്ടാവുമോ, അല്ല കുട്ടികൾ എങ്ങനെ അതിനെ എടുക്കും എന്ന രീതിയിൽ ആണ് നമ്മൾ അതിനെപ്പറ്റി ആലോചിച്ചത് ആദ്യം. അപ്പോൾ ആ ആലോചനയിൽ നിന്നുണ്ടായത് ആദ്യത്തെ ഒരു 3 മാസത്തെ ഒരു ട്രയൽ ബേസിൽ, ആദ്യത്തെ ഒരു 3 മാസം നമുക്ക് നോക്കിയിട്ട് കുട്ടികൾ തുടർച്ചയായി വരുന്നില്ലെങ്കിൽ തീർച്ചയായും നമുക്ക് ഒഴിവാക്കാം എന്ന രീതിയിലാണ് തുടങ്ങിയത്. പക്ഷേ 3 മാസം കഴിഞ്ഞപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ കാര്യം, നമുക്ക് നമ്മുടെ ഭാഷ അടുത്ത ചെറിയ കുട്ടികളിലേക്ക് നമ്മൾ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ അവർ എടുക്കാൻ തയ്യാറാണ്. അത് നമ്മൾ അറിയുന്നില്ല. ശരിക്കും അവർക്ക് മലയാളം പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ അറിയുന്നില്ല. നമ്മൾ ശരിക്കും അവർ ഇംഗ്ലീഷ് മാത്രമേ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളൂ, അവർക്ക് അതുകൊണ്ടേ ഗുണമുള്ളൂ എന്നുള്ളതുകൊണ്ട് അവരെ ആ ഭാഷ മാത്രമാണ് നമ്മൾ പഠിക്കാൻ മെനക്കെടുന്നുള്ളൂ. സുപ്രിയ, ഈ ക്ലാസ്സിനെ കുറിച്ചൊന്ന് വിശദമാക്കാമോ? ഇത് എങ്ങനെയാണ് നടത്തുന്നത്? ആഴ്ചയിൽ എത്ര ദിവസം എന്നൊക്കെ ഒന്ന്. ഓക്കെ, ഞായറാഴ്ച 3 മണി തൊട്ട് 5 മണി വരെയാണ് ക്ലാസ്. പ്ലംപ്ടൺ ഹൈസ്കൂളിൽ അവിടെ വെച്ചിട്ടാണ് നമ്മൾ ഈ ക്ലാസ് നടത്തുന്നത്. കുട്ടികളുടെ ഏജും പിന്നെ അവരുടെ കേപ്പബിലിറ്റിയും അനുസരിച്ചിട്ട് ക്ലാസ്സുകൾ തിരിച്ചിട്ടുണ്ട്. ടീച്ചേഴ്സ് വോളണ്ടിയർ ആയിട്ട് നമ്മുടെ സമയം, ധാരാളം കുട്ടികൾ പങ്കെടുക്കുന്നുണ്ടോ? മാതാപിതാക്കൾ ഇതിനോട് സഹകരിക്കുന്നുണ്ടോ? എങ്ങനെയാണത്? സഹകരിക്കുന്നുണ്ട്. ഇനിയും ഓപ്പർച്യൂണിറ്റി ഉണ്ട്, കുട്ടികൾക്ക് വരാം. പക്ഷേ നമ്മളെ എന്താ പറയുക, ഉള്ള കുട്ടികൾ അവർ ശരിക്കും ഇൻട്രസ്റ്റോടെ, കുട്ടികളുടെ ഭാഗത്തുനിന്ന് നല്ല ഇൻട്രസ്റ്റ് ആണ്, അവർക്ക് അതിന് താല്പര്യമുണ്ട്, അവർ പഠിക്കുന്നുണ്ട്. പ്രകാശ്, ഇവിടെ ഓസ്ട്രേലിയയുടെ സാഹചര്യത്തിൽ ഇത്തരം ഭാഷാ പഠനത്തിന് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് സഹകരണങ്ങളുണ്ടോ? ഉണ്ട്. ഗവൺമെന്റ് ശരിക്കും റീജിയണൽ ലാംഗ്വേജ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഒരു സ്കീമുണ്ട് ഇവിടെ, സ്റ്റേറ്റ് ഗവൺമെന്റിനുണ്ട്. അത് നമ്മൾ ശരിക്കും അവർ കുട്ടികളുടെ എണ്ണത്തിനനുസരിച്ച് മിനിമം 30 കുട്ടികളെങ്കിൽ വേണം, കുട്ടികളുടെ എണ്ണത്തിനനുസരിച്ചിട്ട് അവർ ഫണ്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിന് ആ ഫണ്ട് കിട്ടണമെങ്കിൽ ചില നിബന്ധനകളൊക്കെ പാലിക്കണം, ചില റെക്കോർഡുകളൊക്കെ ശരിയായി. എന്നാൽ പോലും അത്തരം സഹകരണം സർക്കാർ തലത്തിലുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ അതിനുള്ള സാധ്യതകൾ നമ്മൾ ആരായുന്നില്ല. ചിലപ്പോൾ താല്പര്യക്കുറവുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ സമയക്കുറവുകൊണ്ടായിരിക്കാം. എന്തായാലും സർക്കാരിന് അങ്ങനെയുള്ള സ്കീമുകളുണ്ട് ഇവിടെ. ഈ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ പ്രകാശ്, സുപ്രിയ, വളരെ നന്ദി. മാതൃഭാഷ നമ്മെ യഥാർത്ഥത്തിൽ സംസ്കാരവുമായി ബന്ധിപ്പിക്കുന്ന ഒരു പൊക്കിൾ കൂടിയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. ഭാഷയെ നമ്മുടെ ജീവിതങ്ങളിൽ നിന്ന് ആട്ടി ഇറക്കപ്പെടുമ്പോൾ, നമ്മുടെ മാതൃഭാഷയെ നമ്മൾ ഒഴിവാക്കുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് പിറന്ന നാടിനെ, മലയാളത്തിൻ്റെ തനിമകളെ, സംഗീതത്തിനെ, ഓർമ്മകളെ, രുചികളെ, വിശ്വാസങ്ങളെ, മൂല്യബോധങ്ങളെല്ലാം തള്ളിക്കളയുകയാണ്, അല്ലേ? വിദേശത്ത് മലയാളികൾ ശ്രേഷ്ഠ മലയാളത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ധാരാളം പ്രവർത്തനങ്ങൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഇനിയും ഇത്തരം പ്രവർത്തനങ്ങൾ ഉണ്ടാവട്ടെ. അത്തരം പ്രവർത്തനങ്ങൾക്കൊക്കെ ഊർജ്ജം നൽകാൻ ഇത്തരം ചർച്ചകളും കാരണമാവട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇതോടുകൂടി ഇന്നത്തെ പ്രക്ഷേപണ പരിപാടികൾ ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും smr2000au@gmail.com എന്ന വിലാസത്തിൽ അറിയിക്കുക.